എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ വിഷമത്തിലാണ് ഗംഗ. ഗംഗ അച്ഛനോട് ഇങ്ങനെ പറയുവാണ്, അച്ഛാ ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് പറക്കണം എന്നാണ് ആഗ്രഹമെന്ന്. ആ ഒരു കാര്യം ഞാൻ ഇപ്പം ചെയ്യാൻ പോവാണ്, പറന്ന് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടാൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് ഒരാൾ വന്നിങ്ങ് പിടിക്കും. എന്നിട്ട് ഇങ്ങനെ കോരി ഇങ്ങ് എടുക്കുവാണ്. അത് നമ്മുടെ വിനീതാണ്. എന്നിട്ട് വിനീത് പറയുന്നുണ്ട്, ഒരു മരണത്തിനും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന്. അന്നേരം ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ വിനീതിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഗംഗ. അന്നേരം വിനീത് പറയുവാണ്, ഏതായാലും ഇത് ഇന്നിവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ജീവനല്ലേ, ആ ജീവൻ എനിക്കിങ്ങ് തന്നേക്കാവോ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, ഒരു കുറവും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സങ്കടം വരും ഗംഗയ്ക്ക്. ഗംഗ ആദ്യമായി വിനീതിനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിച്ചതായിട്ടൊക്കെ തോന്നും. ഏതായാലും കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കാവേരിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയം ജയബാലൻ പിന്നെയും ശാരദയെ കുത്തി നോവിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഉച്ചയാകാറായില്ലേ, ഇനി എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നത്, ഉച്ചയ്ക്കുള്ള വെയിൽ ഉച്ചയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ താങ്ങത്തില്ല ഈ പ്രായത്തിൽ, അതുകൊണ്ട് വീട്ടിൽ പോ, അതാ നല്ലത്. ഏതായാലും ഗംഗ അന്വേഷിക്കാൻ ഞാൻ പോലീസിലും ഫയർഫോഴ്സിലും ഒക്കെ വിളിച്ച് പറയാം. അവർക്കാവുമ്പം ഈ കുളവും ആറും ഒക്കെ നന്നായിട്ട് പരിചയമുണ്ട്, അവിടുന്ന് എവിടുന്നേലും തപ്പിയെടുത്തോളൂ എന്നൊക്കെ പറയുമ്പം സങ്കടപ്പെട്ട് രാധമ്മ പറയുന്നുണ്ട്, എടാ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ കണ്ടത്, നിൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പം ജയബാലൻ പറയുവാണ്, അമ്മയുടെ സ്ഥാനത്താണ് എന്ന് കരുതി അമ്മയാകില്ല, അതിന് അമ്മ തന്നെ വേണമെന്ന്. അന്നേരം സങ്കടത്തോടെ രാധമ്മ പറയുന്നുണ്ട്, ഇതിന് നിന്നോട് ദൈവം ചോദിച്ചോളും എന്ന്. അന്നേരം ജയബാലൻ കൂളായിട്ട് പറയുവാണ്, ദൈവത്തെ ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് കണ്ടിട്ട് വന്നതാണ്, ഇനി കാണുമ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ അവിടെ പറഞ്ഞോളാം എന്ന്. എന്നിട്ട് ഭയങ്കര പുച്ഛത്തോടെ അങ്ങ് പോകുന്നു. ഏതായാലും വണ്ടി കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് കറക്റ്റ് വിനീത് കൊണ്ട് വണ്ടി നിർത്തുന്നത്. അന്നേരം വിനീതിനെ കാണുന്നില്ല. ഇതാരാണ് ഈ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നത് എന്ന് ചോദിച്ച് ചാടി ഇറങ്ങി വരുമ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ കാവേരിയാണ്. അന്നേരം കാവേരി പറയുന്നുണ്ട്, ജയബാലൻ സാറേ ഡാ അല്ല ഡി ആണ് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, ഇവിടുത്തെ കുറച്ച് സീനിൽ ഞാനില്ലായിരുന്നു എന്ന് എനിക്കറിയാം, ഏതായാലും 2-3 സീനിൽ ഞാനില്ലെങ്കിലും വരുന്ന സീൻ ഏതായാലും ഞാൻ ഗംഭീരമാക്കുമെന്ന് പറയുവാണ്. അന്നേരം ജയബാലൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്, എന്ത് ഗംഭീരമാക്കുമെന്നാ നീ പറയുന്നത്, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ വെറും കൈയോടെ തിരിച്ചു വന്നിട്ടാണോ നീ ഈ ഡയലോഗൊക്കെ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, പട്ടി ചന്തയ്ക്ക് പോയതുപോലെയാണ് എന്നാണോ പറയുന്നത്, എങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഗംഗയും വിനീതിനെയും വിളിക്കുവാണ്. അവരിറങ്ങി വരുന്ന കാണുമ്പോഴേക്കും ആകെ വിഷമമാവുകയും ജയബാലൻ്റെ മുഖമൊക്കെ അങ്ങ് മങ്ങിപ്പോവും. എന്നിട്ട് പറയുന്നുണ്ട്, സാറ് ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പോലെ അല്ല ഞാൻ വന്നത്, എനിക്ക് വേണ്ട ആൾക്കാരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഇറങ്ങി വരുന്ന ഗംഗയുടെ മുഖത്തും ഭയങ്കര സന്തോഷമാണ്. ഏതായാലും ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ജയബാലൻ. ജയബാലൻ അതിന് മുമ്പ് പറയുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലേ, നിൻ്റെ അമ്മയൊക്കെ അവിടെ മൂങ്ങി തളർന്നിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാ. അത് കഴിഞ്ഞ് ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്നെ വാക്കുകൾ പറയാനില്ല. ഇത് എവിടുന്ന് എങ്ങനെ എന്നിങ്ങനെ പറഞ്ഞ് വിൽക്കുക. അന്നേരം കാവേരി പറയുന്നുണ്ട്, പോയത് കാവേരിയാണ് വേട്ടയ്ക്ക്, അന്നേരം കുറഞ്ഞത് 2-3 സ്രാവിനെയും കൊണ്ടൊക്കെ തിരിച്ചു വരുവുള്ളൂ എന്ന്. അന്നേരവും ജയബാലൻ്റെ മുഖത്ത് പുച്ഛമാണ്. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഈ മുഖത്തെ പുച്ഛത്തിൻ്റെ കാരണം എനിക്കറിയാം എന്ന് പറയുമ്പം, അതെ ഇവിടെ കുറച്ച് സമയം കൂടി ഇനി മുഹൂർത്തത്തിനുള്ളൂ, അതിനു മുമ്പ് നീ വിവാഹം ഒന്ന് നടത്തി കാണിക്കുക, ഞാൻ കാണട്ടെ എന്ന് പറയുമ്പം, അതിനുള്ള മരുന്നും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. എന്നിട്ട് വിനീതിനോട് പൂജാരി വിളിച്ചുകൊണ്ട് വരാൻ പറയുവാണ്. പൂജാരിയും വണ്ടിയിലുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് പൂജാരി നേരെ ജയബാലൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, താൻ എന്ത് സാധനമാടോ, ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ പറയാൻ തനിക്ക് എങ്ങനെ സാധിച്ചു, എനിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, എങ്കിലും ഇതുപോലുള്ള പൈസ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹിക്കത്തുമില്ല എന്ന് പറഞ്ഞാൽ അത് പോക്കറ്റിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് തിരുമേനി പറയുന്നുണ്ട്, ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം, തൻ്റെ അടിവേരറുത്ത് താൻ നശിക്കുമ്പം ഒരുപാട് വേദനിപ്പിക്കരുതേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഇതുപോലുള്ള പ്രവൃത്തി ചെയ്തതിന് എന്ന് പറഞ്ഞിട്ടാണ് പൂജാരിയും അകത്തോട്ട് കയറി പോകുന്നത്. അന്നേരം കാവേരി പറയുന്നുണ്ട്, ജയബാലൻ സാറേ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾ എൻ്റെ അച്ഛനെയും അതുപോലുള്ള പല പാവങ്ങളെയും പറ്റിച്ചുണ്ടാക്കിയ പൈസയൊന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല, നിങ്ങളുടെ പതനത്തിൻ്റെ തുടക്കം ഇവിടുന്ന് തുടങ്ങുവാണ്. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ ഭയങ്കര ആദർശവാനാണ്, സഹായിയാണ്, പരോപകാരിയാണ് എന്നൊക്കെ എല്ലാവരെയും ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒന്നുകിൽ ഒരു
MLA അല്ലെങ്കിൽ MP ആ ഒരു സ്ഥാനത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തണമായിരുന്നു. പക്ഷേ അതൊന്നും സാധിക്കില്ല. ഇനി അതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ അത് തകർന്നു വീഴും. അതിനുള്ള തുടക്കമാണിത്. അത് നടപ്പിലാക്കുന്നത് ഈ കാവേരി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളൊക്കെ അങ്ങ് കൂവുകയാണേ. അവർ കൈയടിക്കും കൂവുകയൊക്കെ ചെയ്യുമ്പം കാവേരി പറയുന്നുണ്ട്, ഈ ഒരു കൂവലുണ്ടല്ലോ ഇവിടെ കൂടി നിന്ന ജനങ്ങളുടെ, ഇത് തൻ്റെ പതനത്തിൻ്റെ തുടക്കമാണ്. താൻ ഇനി പലതും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അന്തേക്കും ഭയങ്കര സന്തോഷത്തോടെ നിളമോള് ഗംഗയെ വിളിക്കും, ഗംഗേച്ചി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഗംഗ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലും. അന്നേരം മോളെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ, നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ കാവേരിയും ജയപാലനോട് പറയുന്നുണ്ട്, ഇപ്പം പറഞ്ഞത് കേട്ടല്ലോ, ഈ കൂവൽ തൻ്റെ പതനത്തിൻ്റെ ഒരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് പലതും ചെയ്യാൻ പോകുന്നത് ഈ കാവേരി തന്നെയായിരിക്കും. അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി നല്ല മാസമായിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അന്നേരം ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് ജയപാലൻ. അത് കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് വിനീത് ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, താൻ എൻ്റെ പെണ്ണിനെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതിനുള്ളത് തനിക്ക് ഞാൻ തരുന്നുണ്ട്. ഇനിയിപ്പം എനിക്ക് സമയമില്ല, ഞാനൊന്ന് കല്യാണം കഴിച്ചിട്ട് വരട്ടെ, തനിക്കുള്ളത് ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വിനീതും പോകുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ആൾക്കാർ അവിടെ കിടന്ന് കൂവും കൈയിടിക്കുകയും ഒക്കെ ആയതുകൊണ്ട് ജയപാലൻ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക. അവരെല്ലാവരും താലികെട്ട് ചടങ്ങിനായിട്ട് അകത്തേക്ക് പോകും. ഇതിന് ശേഷം ഈ സമയം സുജാതയെ വിളിച്ച് ആരൊക്കെയോ പറയുന്നുണ്ട് വിനീത് ഇങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടെന്ന്. അവരോടെല്ലാം തർക്കുത്തരം പോലെ, പിന്നെ എൻ്റെ മകൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ പണി നോക്കുക എന്നൊക്കെ സുജാത പറയും. ഫോൺ വെച്ച് കഴിയുമ്പം ഗീതയ്ക്കൊരു സംശയം, അമ്മ ഇപ്പോൾ ഒരാളല്ലല്ലോ 2-3 പേര് ഇങ്ങനെ വിളിച്ച് പറഞ്ഞില്ലേ, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, പിന്നെ ഇവിടെ ഇരിക്കുന്ന വിനീത് ആരാടി എന്ന് ചോദിക്കും. അന്നേരം അതാരാണ് എന്ന് അറിയണമെങ്കിൽ വാതിൽ തുറന്ന് നോക്കണം എന്ന് ഗീത പറയും. അങ്ങനെ അവർ വാതിൽ പോയി തുറന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നിവിനാണ് എന്നറിയുന്നത്. അപ്പോഴത്തേക്കും ദേഷ്യത്തോടെ നിവിൻ്റെ കോളറിന് കയറി പിടിക്കുവാണ് സുജാത. എന്നിട്ട് എൻ്റെ മകൻ എന്തിയടാ എന്ന് വെച്ച് ബഹളം വെച്ച് കഴിയുമ്പോഴേക്കും നിവിൻ പറയുന്നുണ്ട്, ആൻറ്റി മര്യാദയ്ക്കിരിക്കുവാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ അവർ ഒന്നൊന്ന് അടങ്ങിക്കഴിയുമ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇനി ഞാൻ പോവുകയാണ്, ആ വിവാഹത്തിൽ എനിക്കും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നിവിൻ പോകാൻ തുടങ്ങുമ്പം ഗീത പറയുക, ഇവിടെ കുളം കലക്കിയിട്ട് അങ്ങനെ നീ അങ്ങ് പോയാൽ ശരിയാകിയല്ല എന്ന്. അന്നേരം നിവിൻ ചോദിക്കും, ആരാ കുളം കലക്കിയത്? ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾ വന്ന സ്ഥാനത്ത് കയറി വരുന്നത് പോലീസായിരുന്നുവെങ്കിൽ രണ്ടുപേരുടെ ഇപ്പം അകത്ത് കടന്നേനെ എന്ന് പറയുമ്പം ഗീത ചോദിക്കുന്നുണ്ട്, അതിന് പോലീസാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന്. അന്നേരം നിവിൻ പറയും, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് പോലീസല്ല, പക്ഷേ വിനീതിൻ്റെ തീരുമാനം, അതാണ് അവൻ്റെ ജീവിതം, അതിൽ കയറി ഇടപെടാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല, പ്രത്യേകിച്ച് ഗീതേച്ചിക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, ആ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇവിടെ വന്ന് ഇവരുടെ ജീവിതത്തിനിടയ്ക്ക് കോലിട്ടിളക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ, അതല്ലായിരുന്നോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുജാതയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ സുജാത പറയുവാണ്, പട്ടിക്ക് വീണ്ടും മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാണല്ലോ നിൻ്റെ കാര്യം, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നിവിൻ്റെ അടുത്തോട്ട് ചാടാൻ ചെല്ലുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, അതെ വിനീതല്ല നിവിൻ, എൻ്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും, പിന്നെ അതിൻ്റെ പേരിൽ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് നിവിൻ പിന്നെ അടങ്ങിയിരിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രണ്ടും ഒന്ന് ഒതുങ്ങും കേട്ടോ. എന്നിട്ട് പറയും, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിനീതിനെ പോലെ തന്നെ എൻ്റെ സ്വന്തം അമ്മയും ചേച്ചിയും പോലെയൊക്കെയാണ് കണ്ടിരുന്നത്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അത് അർഹിക്കുന്നില്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി, അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്, എനിക്ക് അവിടെ പോയിട്ടേ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കുറേ കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിവിൻ അവിടുന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോരുന്നു. ആകെ തളർന്ന് വിഷമിച്ച് നിൽക്കുവാണ് അമ്മയും മോളും. ഏതായാലും നിവിൻ കൂടി അമ്പലത്തിൽ ചെന്നതിന് ശേഷമാണ് താലികെട്ട് ചടങ്ങൊക്കെ നടക്കുന്നത്. താലി കെട്ടുമ്പം ഗംഗയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാട്ടോ. വിനീതിൻ്റെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നോക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആത്മാർത്ഥമാണെന്ന് തോന്നുന്നു. ഏതായാലും താലികെട്ട് കഴിഞ്ഞ് സിന്ദൂരമൊക്കെ അണിയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കൈ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഗംഗ നിവിൻ്റെ കയ്യിലോട്ട്. അന്നേരം ആ കൈ പിടിച്ചുകൊണ്ട് നിവിൻ ഇങ്ങനെ ആലോചിക്കുവാണ്, എനിക്കറിയാം ഗംഗ, നിൻ്റെ മനസ്സിൽ എന്നെപ്പോലെ ഒരാളല്ലായിരുന്നു ഭർത്താവ് എന്ന്. ഏതായാലും നിൻ്റെ മനസ്സിലെ ആ ഭർത്താവിൻ്റെ ലെവലിലേക്ക് ഉയരാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന വിനീതിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നാളത്തെ പ്രൊമോയിൽ ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവർ ഇറങ്ങി വരുമ്പോഴേക്കും അമ്മയും മോളും അങ്ങോട്ട് ചെല്ലുന്നു. അന്നേരം അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും കേൾക്കാനായിട്ട്, വേറെ ആൾക്കാരും അയൽക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കേൾക്കാനായിട്ട് സുജാത പറയുവാണ്, നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുവാണ്, ഇന്ന്
കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ വിനീത് മരിച്ചുപോയി. അവൻ്റെ 16ാം അടിയന്തരം ഞാൻ ഇത് കഴിഞ്ഞ് 16 ദിവസം കഴിയുമ്പം നടത്തും. അന്ന് എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് രാധമ്മയോട് പറയുന്നുണ്ട്. അന്നത്തെ 16ാം അടിയന്തരത്തിൻ്റെ ഭക്ഷണം അമ്മയും വന്ന് കഴിച്ചിട്ട് പോകണമെന്ന്. അത്രയും പറഞ്ഞിട്ട് കലിതുള്ളി അവർ രണ്ടുപേരും കൂടി അങ്ങ് പോകുന്നു. പിന്നെ ഇവർ കല്യാണം കഴിഞ്ഞ് കയറുന്നത് സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങോട്ട് കയറാൻ സുജാത സമ്മതിക്കില്ലല്ലോ. അന്നേരം ഒരുപാട് സന്തോഷത്തോടെ രാധമ്മ നിവിനോട് പറയുന്നുണ്ട്, ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് ഈ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മോനാണ് ചെയ്തു തന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നതിന് മോന് ഞാൻ എന്താ ചെയ്ത് ഞങ്ങൾ എന്താണ് തിരിച്ചു തരേണ്ടത് എന്ന് രാധമ്മ ചോദിക്കുന്നുണ്ട്. വിനീതിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്കറിയാലോ. ഏതായാലും അങ്ങനെ ചോദിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന കാണിക്കുന്ന പ്രമോയും ഉണ്ടായിരുന്നു.